ഹായ് മക്കളെ, അങ്ങനെ +1 ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് വന്നു. നിങ്ങൾക്ക് മാർക്ക് കൂടിയോ കൂടിയില്ല എത്രയാണ് എന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ചില ആൾക്കാരൊക്കെ വെറുതെ എക്സാം എഴുതാൻ പോയ സമയം വേസ്റ്റ് ആയി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഒത്തിരി ആൾക്കാർക്ക് ഫുൾ മാർക്കിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. മാർക്ക് കൂടിയിട്ടുണ്ട്, കാരണം +1 വാസ് റിയലി ഈസി. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇതിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ചോദ്യം എന്താ സാറേ, +2ൻ്റെ കാര്യത്തിൽ ഏകദേശം എനിക്കൊരു ധാരണ ഉണ്ട്, പക്ഷേ ലൈഫിൽ എങ്ങോട്ടേക്ക് പോകണമെന്നതിനെ കുറിച്ച് എനിക്കൊരു ക്ലാരിറ്റി ഇല്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്, ഏറ്റവും നല്ല ശമ്പളം കിട്ടുന്ന ജോലി ഏതാണ്, ഏറ്റവും സ്കോപ്പുള്ള ജോലി ഏതാണ്, കോഴ്സ് ഏതാണെന്നൊക്കെ കുട്ടികളിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇവരോടൊക്കെ ഞാൻ എന്താണ് പറയുന്ന ആൻസർ ഒരുപക്ഷെ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ വേണേൽ ഒന്ന് ഗസ് ചെയ്ത് ഇപ്പോൾ കമൻറ്റ് ചെയ്തോ. സിമ്പിൾ സാധനമാണ്. ഒന്നുകിൽ എന്ത് ചെയ്യുക, നിങ്ങൾ MBBS എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എൻജിനീയറിങ് എടുക്കുക. ഇത് പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്ന സാധനം കേട്ടോ. അത് ഒന്നുകിൽ നീ ഡോക്ടർ, നിനക്ക് ഞാൻ എന്താണ് എല്ലാ ഫ്രീഡവും തരുന്നു, ഒന്നുകിൽ നിനക്ക് എന്ത് ചെയ്യാം, എഞ്ചിനീയർ ആവാം, അല്ലെങ്കിൽ ഡോക്ടർ ആവാന്നുള്ളത്. ഇത് കേൾക്കുമ്പം മുമ്പൊക്കെ ഞാൻ പറയുമ്പോൾ ഇപ്പോൾ പറയുന്നതും തമ്മിൽ ഒരു വ്യത്യാസമാണ്. നിങ്ങളിപ്പോൾ തോന്നുന്നു നിങ്ങൾക്ക് അജാസ് സാറിന് ബയാസ് ഉണ്ട്, അവർക്ക് റിപ്പീറ്റർ ക്യാമ്പസ് ഒക്കെ ഉണ്ട്, അവിടെ കുട്ടികളെ ഫില്ലാക്കാനും എന്ത് ചെയ്യണം, നീറ്റ് JEE ആണല്ലോ എന്നുള്ളതുണ്ടാവും. പക്ഷേ ഇതിൻ്റെ റിയാലിറ്റി ഞാൻ പറഞ്ഞുതരാം. നമ്മളൊക്കെ എന്തിനാണ് പഠിക്കുന്നത്? അത് വിവരമുണ്ടാക്കാനും ലോകത്തെ മാറ്റിമറിക്കാനും നല്ലല്ലേ ശരിക്ക്. എന്തിനാ പഠിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജോലി, അതല്ലേ സ്റ്റാറ്റസ് സ്റ്റാൻഡേർഡ്, അതൊന്നും എന്ത് ചെയ്യുന്നില്ല, ഞാനിവിടെ പറയുന്നില്ല. ആൻഡ് ആ പൈസ എത്ര, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇന്നാണ് ആ ജോലി കിട്ടുന്നതെങ്കിൽ ഓക്കെ, ഏകദേശം എത്ര സാലറി നിങ്ങൾക്ക് വേണം എന്നുള്ളത്. ആൻഡ് ആ സാലറി എന്തായിരിക്കും, പലരും പലതായിരിക്കും. ചിലർക്ക് എനിക്ക് 20 ലക്ഷം വേണമെന്നായിരിക്കും മാസത്തിൽ, ചിലർക്ക്. പക്ഷേ എന്തായാലും എന്താണ്, ഒരു മിനിമം 60,000-ൻ്റെ മുകളിൽ സാലറി എന്ത് ചെയ്യണം നിങ്ങൾക്ക് വേണ്ടേടാ. നിങ്ങൾക്ക് ജോലി കിട്ടിയ അന്ന് മുതലാട്ടോ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളെ ഭൂരിഭാഗം പാരൻസിന് ഒരുപക്ഷെ മാസത്തിൽ ഈ ഒരു സാലറി കിട്ടുന്നുണ്ടാവില്ല. ഇനി കിട്ടുന്ന ആൾക്കാരെന്നെ നോക്കുകയാണെങ്കിൽ അവർ 10-20 വർഷം വർക്ക് ചെയ്തിട്ട്, ഇപ്പം +2 അധ്യാപകർക്ക്, ഹൈസ്കൂൾ അധ്യാപകർക്കൊക്കെ ഈ സാലറിയുടെ മുകളിലുണ്ട്. പക്ഷെ എന്താണ്, 10-20 വർഷം എക്സ്പീരിയൻസ് ആകുമ്പോൾ കിട്ടുന്ന ഒരു സാലറിയാണിത്. ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞാനിപ്പോൾ ഒരു വീഡിയോ, എൻ്റെ പേഴ്സണൽ ചാനലിൽ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ സ്ക്രിപ്റ്റൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഹൗ ടു ഗെറ്റ് റിച്ച്, എങ്ങനെ പൈസക്കാരനാണെന്നുള്ളത്. അപ്പോൾ അതിൽ നിങ്ങളെന്താണ് ഒരു ജോലി വഴിയാണ്, അതായത് 9 to 6 നമ്മൾ പറയും, 9 to 5 അല്ലെ 9 to 6, രാവിലെ ഒരു ജോലിക്ക് പോയിട്ട് വൈകുന്നേരം തിരിച്ചു വന്നുകൊണ്ടുള്ള ഒരു ജോലി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പണക്കാരനാവണം. ആൻഡ് ആ പൈസ എന്താണ്, വലിയ പണക്കാരനൊന്നുമില്ല, ആ പൈസ ഒരു 60,000-ൻ്റെയും 2 ലക്ഷത്തിൻ്റെ ഇടക്കാണ് മാസമെങ്കിൽ നിങ്ങൾക്ക് അത് ഇപ്പം കിട്ടുന്നത് ഇന്ത്യയിൽ വളരെ 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 ചുരുക്കം ചില പ്രൊഫഷനേ ഉള്ളൂ. അതിലെന്താണ്, ഒന്ന് നിങ്ങളൊരു MBBS ഡോക്ടർ ആയി കഴിഞ്ഞാലാണ്, രണ്ടാമത് നിങ്ങളൊരു എഞ്ചിനീയർ ആയി കഴിഞ്ഞാൽ. ഇവിടെ ഞാനൊരു സ്റ്റാർ ഇട്ട് എന്താണെന്നറിയോ, എല്ലാ എഞ്ചിനീയർക്കും ഈ സാലറി ഒന്നും കിട്ടൂല. നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു NIT-യിലോ IIT-യിലോ പഠിച്ച ആളായിരിക്കണം. ഇനി വേണമെങ്കിൽ ഇത് കൂടാതെ ഒരു ഓപ്ഷൻ എനിക്കറിയുന്നത് CA ആണ്, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയി കഴിഞ്ഞാലും ഏകദേശം ഈ ഒരു ഇതുണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ സാർ. അക്കൗണ്ടൻസിനൊക്കെ 60,000 ഉണ്ടല്ലോ. ഒന്ന് ഞാൻ പറയുന്നത് ഇന്ത്യയിലുള്ള കേസാണ്. ദുബായിൽ പോയി കഴിഞ്ഞാൽ 60,000 കിട്ടുമായിരിക്കും. അത് കഫ്റ്റേരിയയിൽ പണിയെടുക്കുകയാണെങ്കിൽ, സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്താലും ചിലപ്പോൾ ഏകദേശം ഈ ഒരു സാലറി കിട്ടും. ഒരു 30,000-40,000 എന്തായാലും കിട്ടും. ഓക്കെ, അതല്ല ഇന്ത്യയിലുള്ളതാണ് ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് സാർ. അക്കൗണ്ടൻറ്റ് ഇതിന് 50,000 എൻ്റെ കസിൻ ഉണ്ട്, അവനെത്രയായിരിക്കും, അവന് 20 വർഷം 25 വർഷമായി വർക്ക് ചെയ്യുന്നുണ്ടോ. അതല്ല, നമ്മൾ കരിയറിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ 2 വർഷത്തെ കിട്ടുന്ന കാര്യം പറഞ്ഞു. ഇനി നിങ്ങളൊന്ന് പറയും, ഇതല്ലാത്ത എന്ത് ജോലി ഇവിടെയൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ ജോലിയാണ് 9 to 6. നിങ്ങളൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി തുടങ്ങുക, ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അതൊന്നുമല്ല ഞാൻ പറയുന്നത്. 9 to 6 ജോലി ചെയ്തുകൊണ്ട് ഈ സാലറി ഇപ്പം കിട്ടുന്ന, പഠിച്ചിറങ്ങുമ്പോൾ കിട്ടുന്ന എത്ര പ്രൊഫഷൻ നിങ്ങൾക്ക് വേറെ അറിയാം. ഞാനിപ്പോൾ പറഞ്ഞത് MBBS ഡോക്ടർ ആവണം, NIT-ന്ന് IIT-ന്ന് എഞ്ചിനീയർ ആണോ, അല്ലെ ചാർട്ടേഡ് അക്കൗണ്ട്, അത് തന്നെ ഡൗട്ടാണ്, സ്റ്റിൽ പറ്റിയായിരിക്കാം. ഓക്കെ, ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് MBBS ആൻഡ് എഞ്ചിനീയറിംഗ്. ആൻഡ് ഇതുകൊണ്ടാണ് ഈ കോഴ്സസ് എന്ത് ചെയ്യുന്നത്, നീറ്റും JEE-യും ഓവർ റേറ്റഡ് ആവുന്നത്, അല്ലെങ്കിൽ ഭയങ്കര ഡിമാൻഡ് ഉണ്ടാവുന്നത്. എല്ലാവരും ഇതിലേക്ക് പുഷ് ചെയ്യുന്നത്. വേറെ ഒന്നുമില്ലേ സാർ എന്നൊക്കെ ചോദിക്കുന്നതിൻ്റെ ആൻസർ വേറൊന്നുമില്ല എന്നുള്ളത് തന്നെയാണ്, ഈ ജോലി ചെയ്തുകൊണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ക്ലിയർ അല്ല, എന്തുകൊണ്ട് ഞാനിതിൽ പുഷ് ചെയ്യുന്നുള്ളത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, സാർ ഇതെനിക്ക് മനസ്സിലായി, പക്ഷേ എന്താണ്, എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് ഡൗട്ടാണ്. +2 എക്സാം എന്നെ ഭയങ്കര ടഫായിരുന്നു. അങ്ങനത്തെ ഞാനെങ്ങനെയാണ് നീറ്റും JEE, നീറ്റ് ഒരുപക്ഷെ പറ്റിയിരുന്നു, പക്ഷേ ഇത്തവണത്തെ നീറ്റും ടഫാണ്, അങ്ങനത്തെ എക്സാമൊക്കെ എങ്ങനെ എഴുതാൻ ചോദിക്കുന്ന കുട്ടികളോട് ഒരൊറ്റ കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. മക്കളെ, നിങ്ങൾക്ക് ഈ റൂൾ ഓഫ് 5 ഏതോ ഒരു മാക്സ്വെല്ലിൻ്റെതാണ്. ഈ റൂൾ ഓഫ് ഭയങ്കര രസമുള്ള കാര്യം. അതായത് ആൾ പറയുന്നത് വെച്ചാൽ, നിങ്ങളിങ്ങനെ സങ്കല്പിക്കാം, നിങ്ങളെ വീടിൻ്റെ മുറ്റത്തെന്തുണ്ട്, ഒരു വലിയ മരമുണ്ട്, വലിയ മരം. ആൻഡ് വീട്ടിൽ നിങ്ങൾക്ക് എന്താണ്, ഒരു ആക്സ് ഉണ്ട്, അതിൻ്റെ മഴുവുണ്ട്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്താണ്, ആദ്യത്തെ ദിവസത്തെ പോയിട്ട് മരത്തിനൊരു 5 വെട്ട് വെട്ടുക. 1 2 3 4 5. മരത്തിന് എന്തെങ്കിലും സംഭവിക്കും, ഒന്നും സംഭവിക്കില്ല. രണ്ടാമത്തെ ദിവസം 5 ദിവസം വെട്ട്, മൂന്നാമത്തെ ദിവസം, അങ്ങനെ കുറേ ദിവസം വെട്ടിക്കഴിഞ്ഞാൽ അവസാനം
ആ മരം വീഴൂലെന്ന് ചോദിക്കുക അയാൾ. എന്താണ് ആൻസർ? മരം വീഴോ ഇല്ലയോ? എന്തായാലും സാറേ ഡെയിലി 5 വെട്ട് വീതം വെട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസം അത് വീണിരിക്കും. അത് മരത്തിന് എത്ര ശക്തി ഉണ്ടെന്നനുസരിച്ചും അതേപോലെ തന്നെ എന്താണ് വെട്ടിന് എത്ര പവർ ഉണ്ടെന്നനുസരിച്ചല്ലേ. ഇനി 5 വെട്ടിന് പകരം 10 വെട്ടാണെങ്കിലോ കുറച്ചുകൂടെ നേരത്തെ വീഴൂലേ? ശരിയല്ലേ? എന്നിട്ട് ലാസ്റ്റ് അയാൾ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, നിങ്ങളെ മരം കണ്ടെത്തുക എന്നിട്ട് വെട്ടിത്തുടങ്ങാന്നുള്ളത്. അതായത് മക്കളെ ഇത് പ്രൂവൻ സാധനമാണ് കേട്ടോ. അത് നിങ്ങളുടെ നീറ്റിലും ജയിലും മാത്രമല്ല ലൈഫിലെ ഏത് സ്ഥലത്തും എന്താണ്, നിങ്ങൾക്കൊരു കാര്യം പഠിക്കണം, ഒരു കാര്യം ചെയ്യണം. യു ഹാവ് എ ഡ്രീം ആൻഡ് ആ ഡ്രീമിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാ ദിവസവും ഒരു ദിവസം ഇടവിടാതെ എന്താണ് നിങ്ങൾ പഠിക്കാൻ അല്ലെങ്കിൽ കഷ്ടപ്പെടാൻ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഡ്രീം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ലോകത്ത് നിങ്ങൾ കാണുന്ന എല്ലാ അച്ചീവേഴ്സും ആ കാര്യം ചെയ്തതാണ്. അതായത് ഇഷ്ടമില്ലാത്ത ബോറടിക്കുന്ന കഷ്ടപ്പാടുള്ള കാര്യങ്ങൾ ഡെയിലി വീണ്ടും ചെയ്യാണ്. അങ്ങനെ ഒരു മരമാണ് നിങ്ങളുടെ നീറ്റ് ജയി. നിങ്ങൾക്കൊരു സാമ്പത്തിക ഭദ്രത, വീട്ടുകാരെ രക്ഷിക്കൽ, വീടിൻ്റെ രക്ഷകനാവൽ എന്നുണ്ടെങ്കിൽ നിങ്ങളെ മുന്നിൽ ഉള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഈ സാധനം. ആൻഡ് നീറ്റ് ജയി നിങ്ങളുടെ മരമായിട്ട് കരുതുക. എന്നിട്ട് മഴുവെടുത്ത് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറ്റും. ആൻഡ് ഇതൊക്കെ റിസ്ക് അല്ല എന്നൊക്കെ കരുതുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ എടുക്കുന്ന ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത് അത് റിസ്ക് എടുക്കാതിരിക്കലാണ്. റിസ്ക് എടുക്കാതെ ഒരു സാധനം നിങ്ങൾക്ക് കിട്ടില്ല. കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കണമെന്ന് മാത്രം മക്കൾ. അതായത് ഇത്തവണത്തെ എജ്യൂപോർട്ടിൻ്റെ നീറ്റിൻ്റെയും ജെയുടെ റിസൾട്ടിലൊക്കെ എന്ത് വന്നിട്ടുണ്ട്, 78-80% +2 മാർക്ക് കിട്ടിയ കുട്ടികൾ നല്ല സ്കോറിലേക്ക് എത്തിയിട്ടുണ്ട്. ആൻഡ് അതെന്താണ്, എല്ലാവർക്കും പറ്റുന്നല്ല, അവർ വന്നിരുന്ന് പണിയെടുത്തിട്ടുണ്ട് രാവും പകലും. അതെടുക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന ഏറ്റവും ബെസ്റ്റ് കാൽക്കുലേറ്റഡ് റിസ്ക് ഇതായിരിക്കും. അതായത് ഇങ്ങനെ കരുതുക, നിങ്ങൾ ഈ റിസ്ക് എടുക്കുക, നീറ്റ് ജെ റിപ്പീറ്റ് ചെയ്യാണ്, നിങ്ങൾക്ക് കിട്ടിയില്ല, നിങ്ങൾ ഒരു വർഷം പോകുന്നുള്ള സത്യ. പക്ഷേ ആ വർഷം നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ടല്ല ഏതെങ്കിലും പോയിന്റിൽ വെറുതെ കളയുന്ന വർഷം തന്നെയാണത്. ആൻഡ് ഈ വലിയ ജേണിയിൽ ആ ഒരു വർഷത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഉണ്ടാകുന്നില്ല. കിട്ടിക്കഴിഞ്ഞാലോ ഒരൊറ്റ പോയിന്റിൽ എന്ത് ചെയ്യാണ്, ഇങ്ങനെ പോകുന്ന ലൈഫ് ഇങ്ങനെ മാറും. ഞാൻ പലപ്പോഴായിട്ട് കാണിച്ചെന്ന സാധനം. സോ ഒന്നും കൂടെ ആലോചിച്ച് നോക്കുക. ആ റിസ്ക് നിങ്ങൾ എടുക്കാൻ തയ്യാറാണെങ്കിൽ അടുത്തത് ഫിനാൻഷ്യൽ പ്രശ്നങ്ങളായിരിക്കും. ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ ഒരുപാട് സ്കോളർഷിപ്പുകൾ നമ്മൾ തന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് +1 മാർക്ക് ബേസ് ചെയ്തിട്ടായിരുന്നു ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം. കാരണം ഇന്നലെ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം 20-ാം തീയതി വരും എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത് 5-ാം തീയതി ലാസ്റ്റ് ഡേറ്റ് വെച്ചിട്ടാണ്. പക്ഷേ ഇന്നലെ എങ്ങനെയല്ലേ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം വന്നത്, അതിൻ്റെ ഡേറ്റ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അത് എന്നത്തേക്കാന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് നമ്മളെ സ്കോളർഷിപ്പ് ഒന്ന് ക്വിക്കലി പറയാം. +1 മാർക്ക് ബേസ് ചെയ്തിട്ടുണ്ട്, +2 മാർക്ക് ബേസ് ചെയ്തിട്ടുണ്ടാവും, ജെഇ മെയിൻസ് റിസൾട്ട് വെച്ചിട്ടുണ്ട്, നീറ്റ് റിസൾട്ട് വെച്ച് ഇതൊരു അനൗൺസ് ചെയ്യാത്തതുകൊണ്ടാണ്. കാരണം നിങ്ങൾ ആലോചിച്ച് 600 മാർക്കിൻ്റെ മുകളിലുള്ള എല്ലാവർക്കും ഫുൾ സ്കോളർഷിപ്പ് എന്നൊക്കെ ഞങ്ങൾ മുന്നേ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ നീറ്റ് കഴിഞ്ഞാൽ 600 മാർക്കിൻ്റെ ഉള്ളിലൊക്കെ 100ൻ്റെ ഉള്ളിൽ റാങ്കാണ്. അപ്പം റാങ്ക് വന്നാലാണ് നീറ്റ് സ്കോളർഷിപ്പ് ഉണ്ടാവുക. സാറ്റ് ഇന്ന് ഓൾറെഡി സാറ്റ് എന്താണ് നടന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങളുടെ മുന്നിൽ +1 മാർക്കിൻ്റെ ഉണ്ട്, +2 മാർക്കിൻ്റെ ഉണ്ട്, ജെഇ മെയിൻസ് ഉണ്ട്. ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഈ പറയുന്ന എല്ലാ സ്കോളർഷിപ്പും ഓൺലൈൻ ഫോറോ ഇതിലേറ്റവും ബെസ്റ്റിലെടുക്കാം. ആൻഡ് ഞങ്ങളുടെ സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് May 20-നാണ്. ഫസ്റ്റ് ബാച്ച് May 8-നാണ്. അതിൻ്റെ ഓൾമോസ്റ്റ് അഡ്മിഷൻസ് ഒക്കെ ക്ലോസ് ആയി കഴിഞ്ഞു. May 20. ഇതിനപ്പുറം നിങ്ങൾ ലേറ്റ് ആവരുത് കേട്ടോ. എന്തായാലും നിങ്ങൾ പഠിക്കുന്നുണ്ട്, എത്ര നേരത്തെ തുടങ്ങുന്നത് അത്രയും നല്ലതാണ്. May 8-ന് ഇനി നിങ്ങളെ കൊണ്ട് പറ്റില്ല, നമ്മളവിടെ എല്ലാം ക്ലോസ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ May 20-ന് തന്നെ ജോയിൻ ചെയ്യണം നെക്സ്റ്റ് ബാച്ച്. ആൻഡ് സാറ്റിൻ്റെ ഇതാണ് സ്കോളർഷിപ്പ്. ജെഇ മെയിൻസിൻ്റെ പെർസെൻറ്റേജ് വെച്ചുള്ള സ്കോളർഷിപ്പ് ഇതാണ്. +1 മാർക്ക് ബേസ് ചെയ്ത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇത് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് ശേഷമുള്ള മാർക്കും കൂടെ അടക്കാണ്. നിങ്ങൾക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സിലോ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിലോ ഫുൾ മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% കോസ്റ്റ് ഫീ ഫ്രീ ആണ്. 1 മാർക്ക് പോയാൽ 75% ഇങ്ങനെ പോവാം. കഴിഞ്ഞ വർഷമൊക്കെ ഇങ്ങനെ ചില ആൾക്കാർ പറഞ്ഞു, സാറേ 1 മാർക്ക് പോയപ്പോൾ എൻ്റെ ഹോസ്റ്റൽ ഫീ ഒന്നാകെ പോയിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പം ഇതാണ് ഓരോ മാർക്കിൻ്റെ വില എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സ്കോളർഷിപ്പിന് ഡേറ്റ് എക്സ്പാൻഡ് ചെയ്തത് May 15 വരെ നിങ്ങൾക്ക് എന്താണ് സാറ്റിൻ്റെ സ്കോളർഷിപ്പ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഞാൻ ഒരിക്കൽ കൂടെ പറയാണ്, ഇനി അങ്ങോട്ട് പരീക്ഷകളൊക്കെ ടഫാവുന്ന കാലത്ത് ടെക്നോളജി എനാബിൾഡ് ലേണിംഗ് ആയിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഒത്തിരി മാറ്റങ്ങൾ ഞങ്ങൾ അഡാപ്റ്റിലൊക്കെ ഇത്തവണ റിപ്പീറ്റേഴ്സ് ബാച്ചിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഡെഫിനറ്റ്ലി എന്തായിരിക്കും നിങ്ങൾക്ക് അവിടെ ഹെൽപ്പ് ചെയ്യും. നല്ല ക്യാമ്പസ് ആയിരിക്കും, ബെസ്റ്റ് ടീച്ചേഴ്സ് ആയിരിക്കും, ഭയങ്കര പോസിറ്റീവ് എൻവയോൺമെൻ്റ് ആയിരിക്കും. നിങ്ങൾ പഠിക്കുകയും കൂടെ ചെയ്താൽ നിങ്ങൾ ഉറപ്പായിട്ടും ആ ഡ്രീമിലേക്ക് എത്തും. സോ വേഗം തന്നെ അപ്ലൈ ചെയ്യുക, ജോയിൻ ചെയ്യുക.